നമസ്കാരം. ആയില്യം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈയൊരു വർഷക്കാലഘട്ടം ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുക, അതായത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രൈവറ്റ് മേഖലയിൽ ജോലി ഉണ്ടാകുക, അത് മുഖാന്തരം ധനലാഭം ഉണ്ടാകുക, ആ ധനം സേവ് ചെയ്യുവാൻ സാധിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാനും അതിൽ നിന്നും ഒരുപാട് സന്തോഷകരമായ ജീവിതം നയിക്കുവാനും കഴിയുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങൾ കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആദായം അതിൽ നിന്നും ലഭിക്കുകയും കൃഷിയിൽ എല്ലാം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാകുകയും അതിൽ സന്തോഷം കൈവരിക്കുവാനും സാധിക്കും. കൂടാതെ കൃഷി മേഖലയിൽ, അതായത് അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും അതിൽ നിന്നും ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാകുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് ഈ ഒരു വർഷകാലഘട്ടം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടമുണ്ട്. അതായത് നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വാങ്ങുവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, വിൽപ്പന നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് നടക്കുവാനും എല്ലാം സാധ്യതയുണ്ട്. കൂടാതെ വീട് വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വീട് വയ്ക്കുവാൻ, അല്ലെങ്കിൽ വീട് വച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ വീടിന് വേണ്ടിയുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുവാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ താമസിക്കുന്ന വീട് വിട്ട് മാറി മറ്റൊരു നല്ലൊരു സൗകര്യത്തോടു കൂടി വീട്ടിലോട്ടൊക്കെ പോകുവാനെല്ലാം സാധിക്കുന്ന വളരെ അധികം ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷകാലഘട്ടം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നത് അതിനുള്ള മറുപടി ലഭിക്കുക തന്നെ ചെയ്യും.